ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങ തക്കാളി കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയാണ് ഇതിന് എടുക്കേണ്ടത്. അപ്പോൾ ചെറിയുള്ളി അധികം ഇല്ലാത്ത കാരണം ഞാൻ വലിയ ഉള്ളി തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്ന മുരിങ്ങാക്കോല് വന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ അടുത്തുള്ളവർ തന്നതാണ് കേട്ടോ. നല്ല നാടൻ മുരിങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോഴേ എനിക്കൊരു മുരിങ്ങക്കറി എന്തെങ്കിലും വെക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് യൂട്യൂബിൽ ഈ കറി കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങാക്കോലൊക്കെ നന്നായി കഴുകി വെട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയൊന്ന് നല്ലൊന്ന് കുറച്ച് വെച്ചതിൻ്റെ ശേഷം മുരിങ്ങയും ഉള്ളിയും കൂടെ ഒന്ന് നല്ലൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് തന്നെ നല്ലൊന്ന് വെന്തതിന് ശേഷമുള്ള മറ്റ് മസാലയും കാര്യങ്ങളൊക്കെ ഇടുക കേട്ടോ. അപ്പം മുരിങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളകാണ് അധികം ഇടുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളകും പൊടി ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി ഇട്ടതിൻ്റെ ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടുന്നില്ല. പിന്നെ 2 തക്കാളി 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളീൻ്റെ പുളിയാണ് ഇതിൽ മെയിനായിട്ട് കേട്ടോ. ഇനി മാങ്ങ വേണ്ടവർക്ക് മാങ്ങ ഇടാം. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടി നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മുരിങ്ങാക്കോലുള്ള കാരണം ഇളക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ അങ്ങനെ കുറച്ച് നേരം മൂടി വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മസാലേൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങയൊക്കെ ഒന്ന് നല്ല വെന്ത് കിട്ടണമല്ലോ. കുക്കറിലാണെങ്കിൽ പിന്നെ വേഗം വേവും. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. മുരിങ്ങാക്കോലൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറി താളിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക്, അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചെറുള്ളി ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല മൂത്ത് വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിൻ്റെയും കൂടെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിൻ്റെയും ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഒരേ കറി, സാമ്പാർ, പരിപ്പ് കറി, അങ്ങനെ ഒരേ കറി തന്നെയല്ലേ വെച്ച് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേക രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.